Today we will discuss about Stokes theorem. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് ഗ്രീൻസ് തിയറം ആണ് നമുക്കറിയാം അല്ലേ. അപ്പൊ ആ ഗ്രീൻസ് തിയറത്തിന്റെ 3 സ്പേസിലുള്ള ഒരു വേർഷൻ ആണ് സ്റ്റോക്സ് തിയറം എന്ന് പറയുന്നത്. ഗ്രീൻസ് തിയറം നമുക്ക് എന്താണെന്നറിയാം. ഗ്രീൻസ് തിയറത്തിന്റെ വെക്റ്റർ ഫോം നമ്മളിവിടെ ഡിഫൈൻ ചെയ്യാണ്. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു റിമാർക്കായിട്ട് ഗ്രീൻസ് തിയറത്തിന്റെ വെക്റ്റർ ഫോം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ ഞാൻ പറയാം. ശരിക്കും ഗ്രീൻസ് തിയറം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇന്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഡി എ. അതായിരുന്നു ഗ്രീൻസ് തിയറം. അപ്പൊ അതിന്റെ വെക്റ്റർ ഫോം കാണാനായിട്ട് നമ്മൾ ഇത് മുന്നേ കണ്ടതാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. ലെറ്റ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു പി ഓഫ് എക്സ് വൈ ഐ പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ജെ. അങ്ങനെയാണെങ്കിൽ എഫ് ഡോട്ട് ഡി ആർ കണ്ടുപിടിക്കാം. നമുക്ക് ഡി ആർ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ. 2 സ്പേസിലുള്ളതാണ്, പ്ലെയിനിലുള്ളതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. എഫ് ഡോട്ട് ഡി ആർ കണ്ടുപിടിക്കാം. എഫ് എന്ന് പറയുന്നതാണ് പി ഐ പ്ലസ് ക്യൂ ജെ ആണ്. ഡി ആർ എന്ന് പറയുന്നത് എഴുതി ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? എഫ് ഡോട്ട് ഡി ആർ എന്ന് എഴുതാം അല്ലെ. ആൻഡ് ഇനി നമ്മൾ കേൾ എഫ് കണ്ടുപിടിക്കുകയാണ്. ഡെൽ ക്രോസ് എഫ് ആണ് കേൾ എഫ് എന്ന് പറയുന്നത്. ഇവിടെ ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ്. അപ്പൊ ഇവിടെ 2 സ്പേസിലായതുകൊണ്ട് പിയും ക്യൂ ഉള്ളൂ. തേർഡ് കമ്പോണന്റ് 0 ആണ്. അപ്പോ നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാല് എന്ത് കിട്ടും? ഐ ഇൻറ്റു ഈ ടൈം 0 ആയിപ്പോയി. ഒരു ജെ ഇൻറ്റു അത് നമുക്ക് എങ്ങനെ 0 ആയി പോകുന്നത്? ഐ ഇൻറ്റു ഡോ 0 ഓഫ് ഡോ ബൈ അല്ലെ. 0ന്റെ ഡെറിവേറ്റീവ് ആകുമ്പോൾ 0 വന്നു. പിന്നെ മൈനസ് ഡോ ക്യൂ ബൈ ഡോ ഇസഡ് കിട്ടും. ക്യൂ എന്ന് പറയുന്നത് എക്സിന്റെ വൈന്റെ മാത്രം ടേം ആണ്. സെഡ് അതിലില്ല. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു സെഡ് നമ്മൾ ഡെറിവേറ്റീവ് കണ്ടാൽ 0 കിട്ടും. അതുപോലെ ജെയിന്റെയും ചെയ്യാം. അപ്പൊ അവിടെയും നമ്മൾ വിത്ത് റെസ്പെക്ട് ടു സെഡിന്റെ ഡെറിവേറ്റീവ് 0 വരും. ഒരെണ്ണത്തിൽ 0 വരും. പിന്നെ ആകെ വരുന്ന നമുക്ക് കെന്റെ കമ്പോണന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ കെ ഇൻറ്റു ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ വാല്യൂ ഗ്രീൻസ് തിയറത്തിലെ ഈ വാല്യൂവിന് പകരം നമുക്ക് എന്ത് എഴുതാം? കേൾ എഫ് എന്ന് എഴുതാം. അപ്പൊ ഹെൻസ് ഗ്രീൻസ് തിയറം ക്യാൻ ബി റിട്ടേൺ ആസ് ഇന്റഗ്രൽ ഓവർ സി നമ്മൾ ആ പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈക്ക് പകരം നമ്മൾ എന്ത് ചെയ്തി? എഫ് ഡോട്ട് ഡി ആർ എഴുതി. അപ്പൊ ഇത് നമുക്ക് ലൈൻ ഇന്റഗ്രൽ കണ്ടപ്പോ നമ്മള് ഇത് ക്ലോസ്ഡ് ഇന്റഗ്രൽ അല്ലെ. ക്ലോസ്ഡ് ഇന്റഗ്രൽ ആണ്. സോറി, ക്ലോസ്ഡ് കർവ് ആണ്. അതുകൊണ്ട് ക്ലോസ്ഡ് കർവിലുള്ള ഇന്റഗ്രേഷൻ നമ്മൾ ഇങ്ങനെ എഴുതുമായിരുന്നു. ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ടി ഡി എസ് എന്ന് എഴുതുമായിരുന്നു. ടി എന്ന് പറയുന്നത് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ആണ്. എസ് എന്ന് പറയുന്നത് സർഫേസ് ആണ്. അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ. നമ്മള് ഈ ക്വാണ്ടിറ്റി അവിടെ ഉള്ളത് ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ആണ്. അപ്പൊ അത് കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇവിടെ കെ എന്ന് പറഞ്ഞ കമ്പോണന്റ് ഉണ്ട്. ഇത് വെക്ടർ ആണ്. അതിന്റെ കൂടെ കെ എന്ന് പറഞ്ഞ വെക്ടർ കൊണ്ട് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്താൽ മതി. അപ്പൊ ഡോട്ട് കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ വാല്യൂ മാത്രമായിട്ട് കിട്ടും അല്ലെ, ഡി എ. അപ്പൊ നമ്മള് ഗ്രീൻസ് തിയറത്തെ വെക്ടോറിയൽ ഫോമിൽ നമ്മൾ എഴുതി. ഇതാണ് ഗ്രീൻസ് തിയറത്തിന്റെ വെക്ടോറിയൽ ഫോം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് സ്റ്റോക്സ് തിയറം ആണ്. അപ്പൊ സ്റ്റോക്സ് തിയറം എന്ന് പറയുന്നത് ഗ്രീൻസ് തിയറം ഇൻ 3 സ്പേസ് എന്ന് നമുക്ക് പറയാം. സ്റ്റോക്സ് തിയറം എന്ന് പറഞ്ഞാൽ ഗ്രീൻസ് തിയറത്തെ നമ്മൾ 3 സ്പേസിലേക്ക് കൊണ്ടുവരുന്നതാണ് സ്റ്റോക്സ് തിയറം. അപ്പൊ നമ്മൾ ഗ്രീൻസ് തിയറം എന്നല്ല അവിടെ പറയുക, എപ്പോഴും സ്റ്റോക്സ് തിയറം എന്നേ പറയുള്ളൂ. ഗ്രീൻസ് തിയറം എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ അവിടെ യൂസ് ചെയ്യത്തില്ല. പിന്നെ സ്റ്റോക്സ് തിയറം എന്നേ നമ്മൾ പറയുള്ളൂ. 3 സ്പേസിൽ സ്റ്റോക്സ് തിയറം എന്നാണ് നമ്മൾ പറയാം. അതെന്താ നോക്കാം നമുക്ക്. ഇനി നമുക്ക് ഗ്രീൻസ് തിയറം ഇൻ 3 സ്പേസ് ഡിഫൈൻ ചെയ്യാം. എന്ന് വെച്ചാൽ സ്റ്റോക്സ് തിയറം. അപ്പൊ തിയറി ഇതാണ്. ലെറ്റ് എസ് ബി എ പീസ്വൈസ് സ്മൂത്ത് ഓറിയന്റബിൾ സർഫേസ് ബൗണ്ടഡ് ബൈ എ പീസ്വൈസ് സ്മൂത്ത് സിമ്പിൾ ക്ലോസ്ഡ് കർവ് സി. അപ്പൊ എസ് എന്ന് പറയുന്നത് ഒരു പീസ് വൈസ് സ്മൂത്ത് ഓറിയന്റബിൾ സർഫേസ് ആണ്.
അതിന്റെ ആ സർഫേസിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത് ഒരു പീസ് വൈസ് സ്മൂത്ത് കർവ് ആണ്, ക്ലോസ്ഡ് കർവ് ആണ് സി എന്ന് പറയുന്ന കർവ്. ലെറ്റ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു പി ഐ പ്ലസ് ക്യൂ ജെ പ്ലസ് ആർ കെ be a vector field for which P, Q and R are continuous and have continuous first partial derivatives in a region of 3 space containing S. അപ്പോൾ വെക്ടർ എഫ് എന്ന് പറയുന്നത് ഇതാണ്, ഫംഗ്ഷൻ ആണ്. അതിൽ പിയും ക്യൂവും ആറും എന്താ കണ്ടിന്യൂസ് ആണ്. അതുപോലെ കണ്ടിന്യൂസ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സും എക്സിസ്റ്റ് ചെയ്യും പിക്കും ക്യൂവിനും ആറിനും. എവിടെയാ? സർഫേസിലെ ഒരു റീജിയനിലാണ്. ആ സർഫേസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു റീജിയനിൽ പാർഷ്യൽ ഡെറിവേറ്റീവ്സും എക്സിസ്റ്റ് ചെയ്യും. ഇനി പറയുന്നത് ഇഫ് സി ഈസ് ട്രാവേഴ്സ്ഡ് ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷൻ. സി എന്ന് പറഞ്ഞ കർവിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് ഡയറക്ഷൻ ആണെങ്കിൽ നമ്മുടെ ലൈൻ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് നമ്മൾ ക്ലോസ്ഡ് കർവിലാണെങ്കിൽ നമ്മൾ ലൈൻ ഇന്റഗ്രൽ ഇങ്ങനെ എഴുതുമായിരുന്നു, ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ടി ഡി എസ് എന്ന് എഴുതുമായിരുന്നു അല്ലെ. അത് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് കേൾ എഫ് ഡോട്ട് എൻ ഡി എസ്. അപ്പൊ ഇവിടെ സർഫേസിലായതുകൊണ്ടാണ്, റീജിയനിലല്ല, നമ്മുടെ റീജിയൻ അല്ല, സർഫേസ് ആണ്, ഫ്രീ സ്പേസ് ആണ്. അപ്പൊ ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് കേൾ ഓഫ് ഡോട്ട് എൻ ഡി എസ്. അപ്പൊ ലൈൻ ഇന്റഗ്രൽ കാണാനുള്ള ഒരു ഇക്വേഷൻ ആണ്. നമുക്ക് സർഫേസ് ഇന്റഗ്രൽ, ഇത് സർഫേസ് ഇന്റഗ്രലാണ് അല്ലെ. അപ്പൊ ഈ സർഫേസ് ഇന്റഗ്രൽ കാണാൻ നമുക്കറിയാം, നമ്മൾ ഇത്രയും നേരം പഠിച്ചിരുന്ന, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിരുന്നത് സർഫേസ് ഇന്റഗ്രൽ കാണാനാണ്. ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്? വേർ n ഈസ് എ യൂണിറ്റ് നോർമൽ ടു s in the direction of the orientation of s. അപ്പോൾ n എന്ന് പറയുന്ന n ക്യാപ്പ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് നോർമൽ ആണ്, സർഫേസിന്റെ യൂണിറ്റ് നോർമൽ ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റോക്സ് തിയറത്തിന്റെ ഇക്വേഷൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഗ്രീൻസ് തിയറം ഒക്കെ വെരിഫൈ ചെയ്ത പോലെ സ്റ്റോക്സ് തിയറം വെരിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതുപോലെ സ്റ്റോക്സ് തിയറം വെച്ചിട്ട് ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യാനാണ് നമ്മൾ സ്റ്റോക്സ് തിയറം യൂസ് ചെയ്യുക. ഇനി ഒരു റിമാർക്ക് ഉണ്ട്, അതെന്താ നോക്കാം. റിമാർക്ക് ഇതാണ്: ഇഫ് ടു ഓറിയന്റഡ് സർഫേസസ് S1 and S2 ഹാവ് ദ സെയിം ബൗണ്ടറി C, then the curl integrals are equal. അപ്പൊ രണ്ട് ഓറിയന്റഡ് സർഫേസ് ഉണ്ട്, S1 ഉം S2 എന്ന് പറഞ്ഞ രണ്ട് ഓറിയന്റഡ് സർഫേസ് ഉണ്ട്. രണ്ടിനും സെയിം ബൗണ്ടറി ആണ്, സി എന്ന് പറയുന്ന കർവാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ കേൾ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്നത്. അപ്പൊ ഇത് വരും ഇന്റഗ്രൽ, ഇപ്പൊ ഇത് ഇന്റഗ്രൽ ഓവർ ഡബിൾ ഇന്റഗ്രൽ ഓവർ S1 ഡെൽ ക്രോസ് എഫ് ഡോട്ട് N1 d സിഗ്മ എന്ന് പറയും ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ആണ്. ഇവിടെ സി എന്ന് പറയുന്ന കർവ് തന്നെയാണ് രണ്ടിന്റെയും ബൗണ്ടറീസ് വരുന്നത് അല്ലെ. ഇറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ S2 ഡെൽ ക്രോസ് എഫ് ഡോട്ട് N2 d സിഗ്മ. ഇത് നമ്മള് ഡി എസിന് പകരം കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ വേറെ N1 ഉം N2 എന്താണ്? N1 ക്യാപ്പ് N2 ക്യാപ്പ് എന്ന് പറയുന്നത് യൂണിറ്റ് നോർമൽ ടു S1 ആൻഡ് യൂണിറ്റ് നോർമൽ ടു S2 റെസ്പെക്റ്റീവ്ലി ഓറിയന്റഡ് കറക്റ്റ്ലി. രണ്ടും ഓറിയന്റേഷൻ കറക്റ്റ് ആയിട്ടുള്ള യൂണിറ്റ് നോർമൽ ആയിരിക്കും. ഇതാണ് രണ്ട് സർഫേസിന് സെയിം ബൗണ്ടറി ഉണ്ടെങ്കിൽ അതിന്റെ രണ്ടിന്റെയും കേൾ ഇന്റഗ്രൽ, ഇതിനെ നമ്മൾ കേൾ ഇന്റഗ്രൽ എന്ന് വിളിക്കും. കേൾ ഇന്റഗ്രൽ രണ്ടും ഈക്വൽ ആയിരിക്കും. The question is, using Stokes theorem, evaluate the line integral over C f dot dr, where C is the circle x square plus y square equal to 4, comma z equal to -3, oriented counterclockwise as seen by a person standing at the origin and with respect to right-handed Cartesian coordinates.
വെക്ടർ എഫ് ഈക്വൽ ടു yi പ്ലസ് എക്സ് സെഡ് ക്യൂബ് ജെ മൈനസ് സെഡ് വൈ ക്യൂബ് കെ. അപ്പൊ സ്റ്റോക്ക് തിയറം യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവിടുത്തെ സി എന്ന് പറയുന്ന കേർവ് തന്നിട്ടുണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് പറയുന്ന കേർവും സെഡ് ഈക്വൽ ടു -3 എന്ന് പറയുന്ന ആ പ്ലെയിനുമാണ്. അപ്പൊ ആ പ്ലെയിനിലുള്ള സെഡ് ഈക്വൽ ടു -3 എന്ന് പറഞ്ഞ പ്ലെയിനിലുള്ള സർക്കിൾ പോർഷൻ. അപ്പൊ നമുക്കൊരു സർഫേസ് ആ കിട്ടാം. അപ്പൊ ആ ബൗണ്ടറി നമുക്ക് കിട്ടും. സെഡ് ഈക്വൽ ടു -3 എന്ന് പറഞ്ഞ പ്ലെയിനിലുള്ള സർക്കിൾ. അപ്പൊ അതിന്റെ ഡയറക്ഷൻ പറഞ്ഞിട്ടുണ്ട് ഓറിയന്റഡ് കൗണ്ടർ ക്ലോക്ക് വൈസ്. അപ്പൊ ഒരു പേഴ്സൺ ഒറിജിനിൽ നിന്ന് നോക്കുമ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസിലേക്ക് മൂവ് ചെയ്യും. എന്ന് വെച്ചാൽ ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ നമ്മുടെ സെഡ് ആക്സിസിന്റെ ഡയറക്ഷൻ ആണ്, പോസിറ്റീവ് സെഡ് ആക്സിസിന്റെ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് അല്ലെ. സെഡ് ആക്സിസ് ഇങ്ങനെയാണ്, നമ്മുടെ സെഡ് എന്ന് പറഞ്ഞ ആക്സിസ് ഇങ്ങനെയാണ്, എക്സ് ആക്സിസ് ഇങ്ങനെയാണ്, വൈ ആക്സിസ് ഇങ്ങനെയാണ്. അപ്പം ഒറിജിനൽ നോക്കുമ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ അപ്പൊ ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പോസിറ്റീവ് സെഡ് ആക്സിസിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ പോസിറ്റീവ് സെഡ് ആക്സിസിൽ മൂവ് ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മുടെ എൻ വെക്ടർ, യൂണിറ്റ് നോർമൽ വെക്ടർ എന്ന് പറയുന്നത് എന്ത് വരും? അത് കെ എന്ന് പറയും. സെഡിന്റെ കമ്പോണന്റ് തന്നെ വരും. സെഡ് ആക്സിസിന്റെ ഡയറക്ഷനിലല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പൊ കെ എന്ന് പറയുന്നതായിരിക്കും നോർമൽ വെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വരാം, അതിലേക്ക് വരാം. അതിന് മുന്നേ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. അപ്പൊ as a surface S bounded by C, we can take the plane circular disk x square plus y square equal to 4 in the plane z equal to -3. അപ്പൊ z equal to -3 എന്ന് പറഞ്ഞ പ്ലെയിൻ എടുക്കുക. അതൊരു പ്ലെയിൻ ആണല്ലോ, 3 ഡയമെൻഷനിൽ ആയതുകൊണ്ട് അതൊരു പ്ലെയിൻ ആണ്. അപ്പൊ ആ പ്ലെയിനിലുള്ള സർക്കിൾ ആണിത്. അപ്പൊ അതിനുള്ളിലുള്ള പോർഷനാണ് നമ്മുടെ സർഫേസ് റീജിയൻ എന്ന് പറയുന്നത് മൊത്തം. Then by Stokes theorem, integral over C f dot dr equal to double integral over S curl of dot n ds. നമുക്ക് ആദ്യം കേൾ എഫ് കണ്ടുപിടിക്കാം. എഫ് നമുക്ക് തന്നിട്ടുണ്ട്. നൗ കേൾ എഫ് കേൾ എഫ് ഈക്വൽ ടു ഡെൽ ക്രോസ് എഫ് ആണ്. എന്നുവെച്ചാൽ ഐ ഡിറ്റർമിനന്റ് ഓഫ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ്. ഇവിടെ അതിന്റെ കമ്പോണന്റ് വൈ, ജെന്റെ കമ്പോണന്റ് എക്സ് സെഡ് ക്യൂബ്, കെയുടെ കമ്പോണന്റ് മൈനസ് സെഡ് വൈ ക്യൂബ്. അപ്പൊ ഈ ഡിറ്റർമിനന്റ് ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇത് വാല്യൂറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഇത് വരും ഐ ഇൻറ്റു ഡോ മൈനസ് സെഡ് വൈ ക്യൂബിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ. അത് കണ്ടുപിടിച്ചിട്ട് എഴുതിയാൽ മതി. ഇപ്പം നമുക്ക് അങ്ങനെ എഴുതണ്ട, ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാതെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഡോ ബൈ ഡോ വൈ ഓഫ് മൈനസ് സെഡ് വൈ ക്യൂബ് ആണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് കാണുമ്പോൾ -3 സെഡ് വൈ സ്ക്വയർ മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എക്സ് സെഡ് ക്യൂബ്. അപ്പൊ എന്ത് കിട്ടും? 3xz സ്ക്വയർ മൈനസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് ദിസ് ഫംഗ്ഷൻ. അപ്പൊ ഇവിടെ എക്സിന്റെ ടൈം ഇല്ലാത്തതുകൊണ്ട് അത് 0 വരും. മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് വൈ, അതും 0 വന്നു. പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സെഡ് ക്യൂബ്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മള് ഡെറിവേറ്റീവ് കാണുമ്പോൾ എന്ത് കിട്ടും? സെഡ് ക്യൂബ് കിട്ടും. മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ 1. അത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ആൻസർ എന്ത് കിട്ടും? കേൾ എഫ് എന്ന് പറയുന്നത്
therefore curl of equal to -3 കോമൺ ആയിട്ട് എടുക്കുക. -3 zy സ്ക്വയർ മൈനസ് എക്സ് സെഡ് സ്ക്വയർ ആയി. ജെന്റെ കമ്പോണന്റ് ഇല്ല, 0 ആണ്. പിന്നെ കെന്റെ കമ്പോണന്റ് ഉള്ളൂ. പ്ലസ് z³ മൈനസ് 1k. അപ്പൊ ഇതാണ് നമ്മുടെ കേള് കിട്ടിയേക്കുന്നത്. അപ്പൊ കേള് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാം, n എന്ന് പറയുന്ന വെക്ടർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. n എന്ന് പറയുന്ന വെക്ടർ എന്താണ് അല്ലെ. സിൻസ് ദ സർഫേസ് S lies in the plane z equal to -3 and C is oriented in the counterclockwise direction, comma n in the Stokes theorem points in the positive z direction. ഞാൻ നേരത്തെ പറഞ്ഞു അത് പോസിറ്റീവ് z ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പൊ therefore വെക്ടർ n ഈക്വൽ ടു k എന്ന് എഴുതാം. ആൻഡ് സോ നമുക്ക് ആവശ്യമുള്ളത് കേൾ f ഡോട്ട് n ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഈക്വൽ ടു എന്ത് വരും, -3 ഇൻറ്റു zy സ്ക്വയർ മൈനസ് എക്സ് സെഡ് സ്ക്വയർ. ഇവിടെ നമുക്ക് -3 അല്ലേ പുറത്തെടുത്തത്, അപ്പൊ ഇവിടെ പ്ലസ് ആവും കേട്ടോ. എക്സ് സെഡ് സ്ക്വയർ i പ്ലസ് z³ മൈനസ് 1k ഡോട്ട് k. അപ്പോൾ ഇവിടെ ഐന്റെ കമ്പോണന്റ് ഇല്ല ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാനായിട്ട്, കെന്റെ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഡോട്ട് പ്രൊഡക്റ്റ് എന്ത് വരും, z³ മൈനസ് 1 ആയി മാറും. ഇത്രേ ഉള്ളൂ. അപ്പൊ കേൾ ഓഫ് ഡോട്ട് n എന്ന് പറയുന്നത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് അറിയേണ്ടത്, നമുക്ക് ആ ലൈൻ ഇന്റഗ്രൽ കാണാം അല്ലെ. ഓൾസോ സിൻസ് S is the part of the level surface z equal to -3, ഈ സർഫേസിന്റെ പാർട്ടാണ് നമ്മുടെ S എന്ന് പറയുന്ന സർഫേസ് അല്ലെ. ഇതെന്ന് പറയുന്നത് എന്താ, നമ്മൾ z equal to f(x, y) ആയിട്ടായിരുന്നു എടുക്കാറ് അല്ലെ. എന്നിട്ടാണ് നമ്മൾ fx ഉം fy ഉം ഒക്കെ കണ്ടുപിടിക്കുന്നത് അല്ലെ. therefore fx equal to എന്ത് കിട്ടും, ഇത് കോൺസ്റ്റന്റ് ആണ്, അപ്പൊ 0 കിട്ടും. fy equal to 0. ഇനി നമ്മുടെ സർഫേസിനെ നമ്മൾ ഒരു റീജിയനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ ഓൾറെഡി റീജിയൻ ഒക്കെ തന്നിട്ടുണ്ട്. ഒബ്വിയസ്ലി ദ പ്രൊജക്ഷൻ ഓഫ് ദ സർഫേസ് S on the xy plane is the region R bounded by the circle x square plus y square equal to 4. To evaluate the double integral over R, it is better to use polar coordinates. പോളാർ കോർഡിനേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സുഖം, കാരണം ഇവിടെ ഒരു സർക്കിൾ ആണ് നമ്മുടെ റീജിയൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇൻ പോളാർ കോർഡിനേറ്റ്സ് dy dx ഈക്വൽ ടു r dr dθ എഴുതാം അല്ലെ. ആൻഡ് ദ റീജിയൻ R is determined by the inequalities. ഇവിടെ r റേഡിയസ് എന്ന് പറയുന്നത് 2 ആണ് വരിക, ഇവിടെ r² അല്ലേ. by the inequalities 0 less than or equal to r less than or equal to 2, തീറ്റ എന്ന് പറയുന്നത് സർക്കിൾ ആയതുകൊണ്ട് 0 to 2π വരെ വേരി ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ റീജിയൻ ഓഫ് ഇന്റഗ്രേഷനും കിട്ടി. ഇനി നമുക്ക് ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പൊ therefore integral over C f dot dr equal to integral over C f dot dr equal to double integral over S curl f dot n ds, which is equal to double integral over S curl f dot n എന്താ, z³ minus 1 ds. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ, ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ, which is equal to double integral over S z equal to -3 ആണ് അല്ലെ. അപ്പൊ ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -3³ - 1
ds. അപ്പോൾ ഓൺ എസ്സില് നമുക്കറിയാം z ഈക്വൽ ടു -3, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. അപ്പൊ എന്ത് കിട്ടും? ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് -3ന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -27. അപ്പൊ -27 -1 എന്ന് പറയുമ്പോൾ -28. അപ്പൊ അതിന് ഞാൻ പുറത്തെടുത്തു. -28 ഇന്റഗ്രൽ ഓവർ എസ് ds. ഇനി നമ്മൾ ഇതിനെ റീജിയനിലേക്ക് മാറ്റി എഴുതാൻ പോവാണ്. -28 ഡബിൾ ഇന്റഗ്രൽ ഫസ്റ്റ് ആറിന്റെ ലിമിറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, എന്നിട്ട് പിന്നെ ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഇന്റഗ്രൽ ഓവർ ആർ dsന് പകരം നമ്മൾ എന്തായിരുന്നു എഴുതാ? 1 + fx² + fy² d എന്ന് എഴുതും. -28 ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ. ഇവിടെ fxഉം fyയും 0 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ √1 കിട്ടുള്ളൂ, ബാക്കി 0 അല്ലേ. √1 എന്ന് പറഞ്ഞാൽ 1. അപ്പൊ dA. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ dA എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആർ എന്ന് പറഞ്ഞ റീജിയന്റെ ഏരിയ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ആ ഏരിയ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. -28 ഇൻറ്റു ഏരിയ ഓഫ് ആർ. നമുക്കല്ലാതെ ലിമിറ്റ് ഇട്ട് കൊടുത്തിട്ടും ചെയ്യാം, സെയിം ആൻസർ തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പൊ ഏരിയ ഓഫ് ആർ, നമുക്ക് ഇവിടെ ആർ എന്ന് പറയുന്ന ഒരു സർക്കിൾ ആണ്. സർക്കിൾ ആയതുകൊണ്ട് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ എളുപ്പം അല്ലെ. 2πr ആണ് വരിക. അപ്പൊ 2πr എന്ന് പറഞ്ഞാൽ എത്രയാ? 2 ആണ്. അപ്പൊ 2π ഇൻറ്റു 2, അപ്പൊ എന്ത് കിട്ടും? 4π കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുക. -28 ഇൻറ്റു 4 -112π. ഇതിപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യണം നിർബന്ധമില്ല, ഇതിപ്പോ ഇങ്ങനെ വന്നതുകൊണ്ടാണ്. അല്ലാതെ നമുക്ക് മുന്നേ കണ്ട പോലെ സർഫേസ് ഇന്റഗ്രൽ കാണാം. അപ്പൊ ഇനി വെരിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. സ്റ്റോക്സ് തിയറം വെരിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ എസ്എ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്. ഒന്നെങ്കിൽ സ്റ്റോക്സ് തിയറം അല്ലെങ്കിൽ ഗ്രീൻസ് തിയറം. ഇനി അതുപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയ തിയറം, നമ്മള് ട്രിപ്പിൾ ഇന്റഗ്രലിലും ഒരു തിയറം വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ആ തിയറങ്ങളൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്എ ക്വസ്റ്റ്യനൊക്കെ സാധാരണ ചോദിക്കാറുള്ളതാണ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്റ്റോക്സ് തിയറം വെരിഫൈ ചെയ്യാനുള്ളതും അതുപോലെ സ്റ്റോക്സ് തിയറം വെച്ചിട്ട് ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനുള്ളതും.